ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. മലയാളത്തിൽ നമ്മൾ പറയുന്ന ഞങ്ങൾ എഴുതുകയാണ്, ഞാൻ എഴുതുകയാണ്, അവൻ എഴുതുകയാണ്, ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഇംഗ്ലീഷിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നൊക്കെയാണ് പറയുന്നത്. ടെൻസിന്റെ പേരൊന്നും പഠിക്കേണ്ട കാര്യമില്ല, ഭാഷ പഠിക്കാൻ ഇതൊന്നും പഠിക്കേണ്ട കാര്യമില്ല. സ്കൂൾ സ്റ്റുഡൻസിനെ ഉദ്ദേശിച്ച് മാത്രമാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. പക്ഷെ ഇത് ഉണ്ടാക്കുന്ന രീതി നമ്മൾ അറിയണം. സബ്ജക്ട് ഞങ്ങൾ എഴുതുകയാണ്, അതിലെ സബ്ജക്റ്റ് ആണ് ഞങ്ങൾ, ബി. അത് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ കൂടെ ബി എന്ന വെർബ് മുൻ ക്ലാസ്സുകളിൽ കണ്ടിട്ടുണ്ട്. അതിന്റെ പ്രസന്റ് ഫോമിൽ 3 വാക്കുകളുണ്ട്: ആം, ഈസ്, ആർ. ഇവയിൽ ഏതെങ്കിലും ഒരെണ്ണം വയ്ക്കും. ഐ, ഞാൻ, അതിന്റെ കൂടെ ആം എപ്പോഴും വയ്ക്കും. ഈസ് എന്നുള്ളത് സിംഗുലറിന്റെ കൂടെ വയ്ക്കും. ആർ എന്നുള്ളത് പ്ലൂറലിന്റെ കൂടെ വയ്ക്കും. ഈ ആറിന്റെ ഉപയോഗമാണ് ഇപ്പോൾ കാണുന്നത്, പ്ലൂറല്. അതിന്റെ കൂടെ ബേസ് ഫോം വയ്ക്കും, വെർബിന്റെ ബേസ് ഫോം വയ്ക്കും, റൈറ്റ്. ആ ബേസ് ഫോമിന്റെ കൂടെ ING 3 അക്ഷരങ്ങൾ കൂട്ടിച്ചേർക്കും. അപ്പൊ അതിനെ ING ഫോം എന്ന് പറയും. അപ്പോൾ റൈറ്റിംഗ് എന്ന് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഈ വാചകം ഉണ്ടാക്കുന്നത്. ഒരു വാചകം നമ്മൾ കണ്ടു, ഞങ്ങൾ എഴുതുകയാണ്. ഇംഗ്ലീഷില് വി ആർ റൈറ്റിംഗ്. ഇന്ന് നമ്മൾ കാണുന്നത് ഇതിന്റെ ചോദ്യമാണ്. ഇംഗ്ലീഷില് ചോദ്യം ഉണ്ടാക്കുന്ന രീതി നമുക്കറിയാം. വെർബിന്റെ ആദ്യത്തെ ഭാഗം കൊണ്ടുവന്ന് മുന്നിലിടും, അപ്പൊ ക്വസ്റ്റ്യൻ ആയി. മലയാളത്തില് ഞങ്ങൾ എഴുതുകയാണ്, ചോദ്യം ഞങ്ങൾ എഴുതുകയാണോ. ഇംഗ്ലീഷില് ഈ ആർ എന്നുള്ളത് മുന്നിൽ കൊണ്ടുവന്ന് ഇട്ടേച്ചാൽ മതി. അപ്പോൾ ചോദ്യം ആർ വി റൈറ്റിംഗ്. പഠിക്കുമ്പോഴും അങ്ങനെ പഠിക്കണം. ആർ വി റൈറ്റിംഗ് അല്ല, ആർ വി റൈറ്റിംഗ്, ആർ വി ഗോയിങ്, ആർ വി സിറ്റിംഗ്. ആ രീതിയിൽ പഠിക്കാൻ നോക്കണം. അത് മനസ്സിൽ സൂക്ഷിക്കുക. നമുക്ക് തുടങ്ങാം. ആർ വി റൈറ്റിംഗ് എ സ്റ്റോറി, നമ്മളൊരു കഥ എഴുതുകയാണോ. ആർ വി കട്ടിംഗ് എ ട്രീ, നമ്മൾ ഒരു മരം മുറിക്കുകയാണോ. ആർ വി പ്ലേയിങ് ഫുട്ബോൾ, നമ്മൾ ഫുട്ബോൾ കളിക്കുകയാണോ. ആർ വി ടീച്ചിങ് ഇംഗ്ലീഷ്, നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണോ. ആർ വി ക്ലീനിങ് ദ റൂം, നമ്മൾ റൂം ക്ലീൻ ചെയ്യുകയാണോ. ആർ വി റീഡിങ് എ ബുക്ക്, നമ്മൾ ഒരു പുസ്തകം വായിക്കുകയാണോ. ആർ വി ഡൂയിങ് ദ ഹോംവർക്ക്, നമ്മൾ ഹോംവർക്ക് ചെയ്യുകയാണോ. ഇനി യു വെച്ച, യുവിന്റെ അർത്ഥം എന്താണ്? നീ, നിങ്ങൾ, താങ്കൾ, അങ്ങ്. അവിടെ നിന്ന് എല്ലാറ്റിനും യു ആണ്. യു എപ്പോഴും ഇംഗ്ലീഷിൽ പ്ലൂരല, അതുകൊണ്ടാണ് നമ്മൾ ആർ ഉപയോഗിക്കുന്നത്. നീ ഒരാളാണെങ്കിൽ പോലും യു അത് പ്ലൂരലായിട്ട് ഉപയോഗിക്കുള്ളൂ. ആർ യു റൈറ്റിംഗ് എ സ്റ്റോറി, നീ ഒരു കഥ എഴുതുകയാണോ. ആർ യു കട്ടിംഗ് എ ട്രീ, നീ ഒരു മരം മുറിക്കുകയാണോ. ആർ യു പ്ലേയിങ് ഫുട്ബോൾ, നീ ഫുട്ബോൾ കളിക്കുകയാണോ. ആർ യു ടീച്ചിങ് ഇംഗ്ലീഷ്, നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണോ. ആർ യു ക്ലീനിങ് ദ റൂം, നീ റൂം ക്ലീൻ ചെയ്യുകയാണോ. ആർ യു റീഡിങ് എ ബുക്ക്, നീ ഒരു പുസ്തകം വായിക്കുകയാണോ. ആർ യു ഡൂയിങ് ദ ഹോംവർക്ക്, നീ ഹോംവർക്ക് ചെയ്യുകയാണോ. അടുത്തത് യുടെ അർത്ഥം അവർ അല്ലെങ്കിൽ ഇവർ. ആർ ദേ റൈറ്റിംഗ് എ സ്റ്റോറി, അവർ ഒരു കഥ എഴുതുകയാണോ അല്ലെങ്കിൽ ഇവർ ഒരു കഥ എഴുതുകയാണോ. ആർ ദേ കട്ടിംഗ് എ ട്രീ, അവർ ഒരു മരം മുറിക്കുകയാണോ. ആർ ദേ പ്ലേയിങ് ഫുട്ബോൾ, അവർ ഫുട്ബോൾ കളിക്കുകയാണോ. ആർ ദേ ടീച്ചിങ് ഇംഗ്ലീഷ്, അവർ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണോ. ആർ ദേ ക്ലീനിങ് ദ റൂം, അവർ റൂം ക്ലീൻ ചെയ്യുകയാണോ. ആർ ദേ റീഡിങ് എ ബുക്ക്, അവർ ഒരു പുസ്തകം വായിക്കുകയാണോ. ആർ ദേ ഡൂയിങ് ദ ഹോംവർക്ക്, അവർ ഹോംവർക്ക് ചെയ്യുകയാണോ. ആർ മൈ ഫ്രണ്ട്സ് റൈറ്റിംഗ് എ സ്റ്റോറി, എന്റെ കൂട്ടുകാർ ഒരു കഥ എഴുതുകയാണോ. മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ വീണ്ടും പറയുകയാണ്. ഇംഗ്ലീഷിൽ ഇങ്ങനെ ചോദിക്കാറില്ല സാധാരണ. ആർ മൈ ഫ്രണ്ട്സ് റൈറ്റിംഗ് എ സ്റ്റോറി. മലയാളത്തിൽ നമുക്ക് ഒഴുക്കോടെ ചോദിക്കാൻ സാധിക്കും, എന്റെ കൂട്ടുകാര് കഥ എഴുതുകയാണോ. പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെ ചോദിക്കാറില്ല. മൈ ഫ്രണ്ട്സ്, എന്റെ കൂട്ടുകാരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കും ചോദിക്കുക. അതുകൊണ്ട് ദേ എന്നുള്ള വാക്ക് ഉപയോഗിക്കുള്ളൂ സാധാരണ. അത് മനസ്സിൽ സൂക്ഷിക്കുക. അതുകൊണ്ട് ഈ 3 വാക്കുകൾ വി, യു, ദേ അത് വെച്ച് പ്രാക്ടീസ് ചെയ്യുക. ഇവിടെ വാചകങ്ങളിൽ എ സ്റ്റോറി, എ ട്രീ, ഫുട്ബോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതില്ലാതെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അവർ പഠിക്കുകയാണോ. ആർ ദേ സ്റ്റഡിയിങ്, അവർ ഉറങ്ങുകയാണോ. ആർ ദേ സ്ലീപ്പിംഗ്, അവർ ഓടുകയാണോ. ആർ ദേ റണ്ണിങ്. അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. ഇന്ന് രണ്ടാമത്തെ വാചകം കണ്ടു. ആദ്യത്തെ വാചകം ഞങ്ങൾ എഴുതുകയാണ്, വി ആർ റൈറ്റിംഗ്. ക്വസ്റ്റ്യൻ ഇന്ന് കണ്ടത് ആർ വി റൈറ്റിംഗ്, ഞങ്ങൾ എഴുതുകയാണോ. ഇനി 2 വാചകങ്ങൾ കൂടിയുണ്ട്, നെഗറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ട്. അടുത്ത ക്ലാസ്സുകളിൽ അത് കാണാം.
എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഒരാളെ കൂടി കണ്ടെത്തിയിട്ട് ഇന്ന് കണ്ട വാചകങ്ങൾ അരമണിക്കൂറെങ്കിലും പ്രാക്ടീസ് ചെയ്യണം. ഒരാൾ മലയാളം പറയുന്നു, മറ്റേയാൾ അതിന്റെ ഇംഗ്ലീഷ് പറയുന്നു. ഓരോ വാചകവും 10 പ്രാവശ്യമെങ്കിലും ആവർത്തിക്കണം. അതുവഴിയാണ് നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിയുന്നത്. പിന്നെ പഠിക്കേണ്ട കാര്യമില്ല. സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഈ വാചകങ്ങൾ വരും. ഇനി വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്. കുറച്ച് വേർബ്സ് എങ്കിലും എല്ലാ ദിവസവും പഠിക്കണം. ഈ 4 ഫോംസ് അറിഞ്ഞിരിക്കണം. അർത്ഥം പഠിക്കുക, ഉച്ചാരണം പഠിക്കുക. അതോടൊപ്പം പുതിയ വാക്കുകൾ, ഇംഗ്ലീഷിലെ കുറച്ച് വാക്കുകൾ എല്ലാ ദിവസവും പഠിക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരും അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമില് ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വേർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് 3 പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് 3 സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടിയും ചേർത്തതും ഉണ്ട്,
പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. വെർബുകളുടെ ലിസ്റ്റില് 9ാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇപ്പൊ 4 ഫോംസ് ആണ് വെർബുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോംസ്: ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. കാരണം നമ്മൾ കണ്ടതുപോലെ ഇവ ഉപയോഗിച്ചാണ് ഇംഗ്ലീഷ് ഭാഷയിലെ എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത്. ഈ 4 ഫോം അറിയാതെ ഇംഗ്ലീഷ് പഠിക്കാനോ സംസാരിക്കാനോ എഴുതാനോ ഒന്നും കഴിയില്ല. ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. നമ്മൾ 3 ഫോമേ പഠിക്കുകയുള്ളൂ: പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെയാണ് ഇരിക്കുന്നത്. ഉച്ചാരണവും അതിന്റെ സ്പെല്ലിങ്ങും അർത്ഥം വ്യത്യാസമുണ്ട്. മറ്റൊന്ന് പ്രസന്റ് ഫോമില് പ്ലൂറലും ഉണ്ട്, സിംഗുലറും ഉണ്ട്. അർത്ഥം ഒന്ന് തന്നെയാണ്, പക്ഷേ ഒരെണ്ണം പ്ലൂറലാണ്, ഒന്ന് സിംഗുലർ. ആദ്യം എഴുതിയിട്ടുള്ളത് പ്ലൂറല്, രണ്ടാമത് എഴുതിയിട്ടുള്ളത് സിംഗുലർ ആണ്. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് തുടങ്ങാം. ഡിഗ്, ഡഗ്, ഡഗ്, സ്റ്റിക്ക്, സ്റ്റക്ക്, സ്റ്റക്ക്, സ്പിൻ, സ്പൺ, സ്പൺ, sting, stung, stung, cling, clang, clang, fling, flang, flang, sling, slang, slang. ഈ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണ്? ഇവയില് പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ ചേർത്തൊന്നും അല്ല പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. വ്യത്യാസമുണ്ട്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനുള്ള വെർബുകളൊക്കെ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ്. നമുക്ക് കാണാം. ആഡ്, ആഡഡ്, ആഡഡ്, അഡ്മയർ, അഡ്മയർഡ്, അഡ്മയർഡ്, apologize, apologized, apologized, bathe, bathed, bathed, care, cared, cared, clear, cleared, cleared, compare, compared, compared, connect, connected, connected, deliver, delivered, delivered, drag, dragged, dragged, fill, filled, filled, hang, hanged, hanged, heal, healed, healed, injure, injured, injured, judge, judged, judged, murder, murdered, murdered, like, liked, liked, memorize, memorized, memorized, look, looked, looked, measure, measured, measured, plan, planned, planned, notice, noticed, noticed. ഓർക്കുക, ഈ വെർബുകൾ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ്. ഇങ്ങനെ ചില വാക്കുകൾ നോക്കുമ്പോൾ അതിന്റെ സിംഗുലറിലെ സ്പെല്ലിംഗിൽ വ്യത്യാസങ്ങൾ കാണാം. അതുപോലെ ചിലപ്പോൾ പാസ്റ്റ് ഫോമിലൊക്കെ ചില അക്ഷരങ്ങൾ ഡബിൾ ആകുന്നുണ്ട്. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വാക്കുകളുടെ ഉച്ചാരണം പഠിക്കണം, ഈ വാക്കുകളും പഠിക്കണം, അർത്ഥം പഠിക്കുക. ഓക്കെ.